എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. മോഹങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി കഴിഞ്ഞിരുന്ന ആ പാവത്തിനെ ഞാനാ മരണത്തിന്റെ പടിവാതിലോളം എത്തിച്ചത്. ആ മരണം അവനെ നിസ്സാരമായി അങ്ങ് പിടിച്ചെടുത്തിരുന്നെങ്കിലോ? ആരാ ഉത്തരം പറയേണ്ടി വരിക? ഈ ലോകം മുഴുവൻ എന്നെ വെറുക്കമായിരുന്നില്ലേ? അമ്മ, സിന്ധു, എല്ലാവരും. ഇവിടെയോ എന്തൊക്കെയോ തെറ്റുപറ്റിയിരിക്കുന്നു. ആരാ ഒന്ന് പറഞ്ഞു തരിക? സിന്ധു ഇപ്പൊ എന്റെ അരികിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. വിനയേട്ടന്റെ സിന്ധു എപ്പോഴും അരികിൽ തന്നെ ഉണ്ട്, എപ്പോഴും. ആ സിന്ധുവ പറയുന്നതെന്ന് കരുതിക്കോളൂ. വിനയേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. തെറ്റ് സംഭവിച്ചത് ഒരച്ഛന്റെ സ്വാർത്ഥത കാരണമാണ്. സൂരജ് മരണത്തെ തോൽപ്പിച്ച് തിരിച്ചു വന്നത് വിനയേട്ടനെ ജയിപ്പിക്കാനാ. അത് വിനയേട്ടൻ തോൽക്കില്ല ഒരിക്കലും, എവിടെയും. ഞാനാ പറയണ. ശരിയാ, തോക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും തോക്കാൻ പാടില്ല. ഞാൻ വന്നു വിനയേട്ടാ, ഞാൻ വന്നു ബാലേ. ഗേറ്റ് തുറന്ന് അകത്ത് കയറി കാറ് സ്കൂട്ടർ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഒച്ചയിട്ട് പോയി വിനയേട്ടാന്ന്. എന്താന്ന് സ്കൂളിൽ പോഞ്ഞേ? എന്താ രണ്ടുപേരും ഇങ്ങനെ? എന്താ ബാലേ? എന്താ വിനയേട്ടാ? എന്താ വിനയേട്ടാ? എന്താ വിനയേട്ടാ ഇത്? വിട്. ബാല നിൽക്കുന്നു. എന്ത് പറ്റി വിനയേട്ടാ? വിട്ടിട്ട് കാര്യം പറ വിനയേട്ടാ. എന്തിനാ എന്നെ വിട്ടിട്ട് പോയെ? വേണമായിരുന്നു, സിന്ധുവിനെ എനിക്ക് വേണമായിരുന്നു. എന്താ ബാലെ, എന്തുണ്ടായി? വിനയേട്ടന്റെ ഒരു സ്റ്റുഡന്റ് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിന്നെ പിന്നെ സാർ, സാറിന് സസ്പെൻഡ് ചെയ്തു. ഒരാഴ്ചത്തേക്കാ സസ്പെൻഷൻ. പ്രിൻസിപ്പൽ നേരിട്ട് എൻക്വയറി ചെയ്ത് കഴിഞ്ഞ തീരുമാനം പറയൂ. സാറിന് അവർ പറഞ്ഞുവിടുന്ന തോന്നുന്നത്. അങ്ങനൊന്നുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഒന്ന് വന്നേ. ഞാൻ പോയി കഴിഞ്ഞ് എന്തൊക്കെയുണ്ടായേ? ഒന്നും വിടാതെ പറയണ എന്നോട്. എന്താ പറയില്ലേ നീ? പറയാം. ആദ്യം താനിവിടെ ഇരി. പറ. ഞാൻ ഈ മടിയിലൊന്ന് കിടന്നോട്ടെ ഇത്തിരി നേരം? പറ ബാലേ. പറയാം, എല്ലാം പറയണം എനിക്ക്. പക്ഷേ താങ്ങാനുള്ള കരുത്തുണ്ടാവോ തനിക്ക്? സർ, വൈസ് പ്രിൻസിപ്പൽ ഞങ്ങളെ വിളിപ്പിച്ച് പറയായിരുന്നു. എവിടെയെങ്കിലും വെച്ച് സാർ മാഡത്തിനെ ഒന്ന് കാണണം. കാണാം. നിങ്ങൾ പോകും. സാർ ഫൈറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും സാർ ഫൈറ്റ് ചെയ്യണം. എല്ലാം നന്നായിട്ട് വരൂ. ഓക്കെ. സിന്ധു, എന്താ ചെയ്യണേ? ഞങ്ങൾ സംസാരിക്കുക. കഥ ഓർക്ക, ഞാനും അകത്ത് വരാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
സൂരജ് കിഷോറിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ചെറിയ ഒരു അപകടം മാത്രമാണ്. അതിൽ നിന്നും ശാരീരികമായും മാനസികമായും അയാൾ മോചനം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സ്കൂൾ അങ്കണത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഈ സ്കൂളിന്റെ പാരമ്പര്യം അനുശാസിക്കുന്നത് കൊണ്ട് നടന്നതൊക്കെയും നിങ്ങൾ ഓരോരുത്തരുടെയും രക്ഷിതാക്കളെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും വിശദമായ ഒരു അന്വേഷണം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പരിപൂർണമായ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവണം. എന്താ സിന്ധു ഇത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞ ബാല കുറച്ചു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതുവരെ എനിക്ക് അവളുടെ കൂടെ ഉണ്ടാവണം എപ്പോഴും. എന്തിനാ അങ്ങനെ? ഇപ്പൊ എന്താ സംഭവിച്ചത്? ഒന്ന് തുറന്ന് പറഞ്ഞൂടെ സിന്ധു? വയ്യ. വിനീട്ടിനൊന്നും എന്നോട് ചോദിക്കരുത് ഇപ്പൊ. അവള് പോട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞോളാം. സിന്ധു, എന്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വിഷമമായ ഒരു ഘട്ടത്തിലാണ് ഞാനിപ്പോ. എന്നെ താങ്ങി നിർത്താൻ എനിക്ക് സിന്ധു വേണം, പ്ലീസ്. ഞാൻ ഒന്നിനൊക്കെ തന്നെ. എനിക്ക് വയ്യ ഒന്നിനും. എന്നെ വിട്ടേര്. കഴിക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതേ ഉള്ളൂ. ബാക്കി വരുന്ന ഫ്രിഡ്ജിൽ വെച്ചേക്ക്. സിന്ധു, എനിക്ക് കൂടണം. ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന്. ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. എന്നെ കുറിച്ച് അവൾ എന്ത് പറഞ്ഞു? പറ. അത് മാത്രം അറിഞ്ഞാ മതിയോ? മതി. വേറൊന്നും ചോദിക്കില്ലല്ലോ? ഇല്ല. എന്നാ അവൾ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും. ഇനി കുറെ കേൾക്കണം. എന്തെങ്കിലുമൊക്കെ മനസ്സിലാവണമെങ്കിൽ. ശരി, ഞാനും വരാം. അവൾക്ക് എന്താ പറയാനുള്ളതെന്ന് എനിക്കും അറിയണം. വേണ്ട. എന്റെ അനിയത്തി വിനയേട്ടൻ ഇനി കാണണ്ട. അവള് പോകുന്നത് വരെ എന്നോട് സംസാരിക്കും വേണ്ട. എന്താ ശോശാമ്മ ചേട്ടത്തി? ആരോട് ചോദിച്ചിട്ടാ ഈ ശ്വാസം മുട്ടലൊക്കെ? സംസാരിച്ചു പോയിരുന്നു ഡോക്ടർ പറഞ്ഞു. നിങ്ങൾ തമ്മിൽ എന്താ? ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഒരു അടി ഇടിയും വെടിയും പുകയൊക്കെ ഉണ്ടായി. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ അസൽ റൊമാൻസിലാ. ഒന്ന് ചുമ്മാ എരിവിനെയ. സിന്ധുവിന്റെ മുഖം കണ്ട അറിയാലോ ഒന്നും തീർന്നിട്ടില്ല എന്ന്. എന്താ സിന്ധു കാര്യം? ഒരു കാര്യമില്ല. ശോശാമ്മ ചേട്ടത്തി ഇല്ലാത്ത അസുഖമൊന്നും വരുത്തി വെക്കാൻ നോക്കണ്ട. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടനെ തീരും. ചേട്ടത്തിക്ക് അറിയാലോ. പിന്നെ എന്തിനാ ഇങ്ങനെ? ദേ, മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പൊക്കളയും. പറഞ്ഞേക്കാം. കഴിക്കേ. നിങ്ങൾ പിണങ്ങിയിരുന്ന എനിക്ക് ആ വീർപ്പ് മുട്ടല്. ഒരു വീർപ്പ് മുട്ടലും ഇല്ല. ചേട്ടനെ ഒന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിക്കേ. വൈകുന്നേരം ആവുമ്പോ ഒക്കെ ശരിയാവും. അതുവരെ ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇങ്ങനെ സംഭവം മനസ്സിലായ? അങ്ങനെ ശോശാമ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ? ഞാൻ ഇറങ്ങുന്നു പേരട്ടെ. നിക്ക്. എന്താ ഇങ്ങനെ? ശോശാമയെ പറ്റിച്ചിട്ട് പോവാണല്ലേ? ഈ വീട്ടില് ശോശാമ എന്നോടുണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നിയത് നിങ്ങളുള്ളപ്പോഴാ. നിങ്ങളാ ഞങ്ങളല്ല. ഒരു ചെറിയ തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ. ഇപ്പൊ എന്താ വഴക്കിന് കാരണം? പറഞ്ഞു തീർത്തിട്ട് പോ.
എന്താ വിനയ, എന്താ കാര്യം? എനിക്കറിയില്ല നമ്പ്യാരേട്ടാ, സത്യമായിട്ടും എനിക്കറിയില്ല. അറിയാമായിരുന്നു ഞാൻ എന്നെ തീർക്കുമായിരുന്നു. ഒന്ന് പറ സിന്ധു. ഞാൻ പറഞ്ഞത് അഭിനേട്ടനോടെല്ലാം. ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ? അപ്പൊ ബാല തന്നെ കാരണം. അവള് വന്നപ്പോഴേ ശോശാമ്മ പറ. എന്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. വിട്ടേര് നമ്പ്യാരേട്ടാ. എന്തായി? വഴക്കൊക്കെ തീർന്നു. പറഞ്ഞു വന്നപ്പോ എന്താ കാര്യം രണ്ടിനും അറിയില്ല. ഒരു കാര്യമില്ലാതെ വെറുതെ കിടന്നു. ചേർന്ന് കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഒരേപോലെ സന്തോഷം. ഒറ്റ പോക്കായിരുന്നു. അപ്പൊ എന്റെ ഉപവാസം ഫലിച്ചു. ഏറ്റു. എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ട ശോശാമ്മേ. നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണോ എന്നൊരു തോന്നല്. എന്ത് പക? വേണ്ടപ്പെട്ടവരുടെ ഇടയിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം തകർത്തില്ലേ ഞാൻ? എന്താ ഇത്? എന്തിനാ ഇങ്ങനൊക്കെ? ഇത് വിനയേന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും വിശദമായ റിപ്പോർട്ടാണ്. ഇതിൽ ക്ലാസ്സിനകത്തും പുറത്തും ഒരു അധ്യാപകന് ചേരാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട്. മാത്രമല്ല, വഴിതെറ്റിയ ചിന്തകളിലേക്ക് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിനാകെ അപമാനം വരുത്തി വെച്ച ഒരു ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിനയേന്ദ്രന് പോലും പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം, എന്റെ തീരുമാനം. ആദർശത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വിനയചന്ദ്രൻ ഈ സ്കൂളിൽ അധ്യാപകനായി ജോലിയേറ്റത്. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തീർച്ചയായും ഇറങ്ങിത്തിരിക്കും. നിയമ നടപടികളിലൂടെ അദ്ദേഹം ഈ സ്കൂളിൽ തിരിച്ചു കയറിയാൽ അതായിരിക്കും ഈ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനം. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ കുട്ടികളും തയ്യാറാകും. അതുകൊണ്ട് ശക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളരുത്. വേറൊന്നും ആലോചിക്കാനില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ 100% സത്യമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ച കുട്ടികൾ തന്നെ സമ്മതിക്കും. അവർ ഒപ്പിട്ട് തരികയും ചെയ്യും. ഞാൻ ഈ ആഴ്ച അമ്മയെ കാണാൻ പോയില്ല നമ്പ്യാരേട്ടാ. സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമാവും. എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്കൊരു രൂപമില്ല. സ്കൂളിൽ നിന്ന് അറിയിപ്പ് വന്നു മറ്റന്നാ ചെല്ലാൻ. അന്നായിരിക്കും തീരുമാനം എടുക്കുക. ആകെ ഒരു വിഷമം. സിന്ധു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാ എനിക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത. തനിക്ക് ആ ബാലയോടൊന്ന് ചോദിച്ചൂടെ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു? അതിനവളെ എന്റെ മുമ്പിലോട്ടൊന്ന് വിട്ടിട്ട് വേണ്ടേ? ഒക്കെ ശരിയാവൂടോ. തനിക്ക് തന്നിലുള്ള വിശ്വാസം അതങ്ങോട്ട് പോവരുത് ഒരിക്കലും. എനിക്കതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാ തോന്നുന്നു. എനിക്ക് മടുത്ത് നമ്പ്യാരേട്ടാ. ഇപ്പൊ ഒരുതരം വെറുപ്പ് എന്നോടും എല്ലാവരോടും. ചുമ്മാ അത് ഇതും പറയാതെടോ. എല്ലാം കഴിഞ്ഞു വരുമ്പോ എല്ലാത്തിന്റെ മുകളില് ഒരാളങ്ങനെ ജയിച്ചു നിൽക്കും. താൻ നോക്കിക്കോ.